കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് സമീപം അപകടത്തിൽപ്പെട്ട വൻഹായ് കപ്പലിൽ നിന്ന് കൂടുതൽ തീ പടരുന്നു. രക്ഷാപ്രവർത്തനത്തിന് പോയ കോസ്റ്റ് ഗാർഡിന് കപ്പലിന് സമീപത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അപകടത്തിൽ പരിക്കേറ്റവരെ INS സൂറത്തിലേക്ക് മാറ്റി. ഗുരുതരമായി പരിക്കേറ്റവരെ 10 മണിയോടെ മംഗലാപുരത്തേക്ക് എത്തിക്കും. കാണാതായ 4 പേർക്കായി തിരച്ചിൽ തുടരുന്നു. അബിന പി ചിറക്കൽ ചേരുന്നു. അബിന, വൻഹായ് കപ്പലിൽ നിന്ന് കൂടുതൽ തീ പടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ തീ അണയ്ക്കുന്ന ദൗത്യമടക്കം വളരെ ദുഷ്കരമായി തുടരുന്നു. ഈ സാഹചര്യം എങ്ങനെയാണ്? വൃന്ദ, നിലവിൽ എപ്പോഴും രക്ഷാദൗത്യം ഇവിടെ തുടരുകയാണ്. പക്ഷേ എങ്കിൽ പോലും കോസ്റ്റ് ഗാർഡിന് ഇതുവരെയായിട്ടും കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിനടുത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. കാരണം ഈ കപ്പലിൽ നിന്നും കണ്ടെയ്നറുകൾ ഇപ്പോൾ തുരതുരയായി വീണുകൊണ്ടിരിക്കുകയാണ്. ഈ വീഴുന്ന ഒരു സാഹചര്യത്തിൽ ഓളങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു പോകുകയാണ്. ഇതിനനുസരിച്ച് ഇവർക്ക് നീന്തി ഇവർക്ക് ഈ ഒരു കപ്പലിനടുത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും വ്യോമസേനയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ നേവി ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. കൂടാതെ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ വളരെയേറെ ദുസ്സഹമായിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. നിലവിൽ 4 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. ഈ 4 പേരും ഈ രക്ഷാപ്രവർത്തനത്തിൽ, അതായത് ഈ കപ്പൽ കത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഫയർ ഫൈറ്റിംഗിന് ശ്രമിക്കുന്ന സമയത്ത് ഈ 4 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ കൃത്യമായി ഇതുവരെയും ഒരു അറിവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നേവി അടക്കം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഈ 4 പേർക്കുള്ള രക്ഷാദൗത്യം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയും കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച കാര്യവും അത് തന്നെയാണ്. ആദ്യം രക്ഷാദൗത്യത്തിന് മാത്രമാണ് താങ്കൾ മുൻതൂക്കം നൽകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18 പേർ, ഈ കപ്പലിൽ ഉണ്ടായിരുന്ന 18 പേർ, 22 പേരിൽ 18 പേർ ഈ കടലിലേക്ക് ചാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 18 പേരെയും നിലവിൽ രക്ഷപ്പെടുത്തി ഇപ്പോൾ INS സൂറത്തിൽ മംഗലാപുരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിനകം തന്നെ മംഗലാപുരത്തേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ കൊണ്ട് മംഗലാപുരത്ത് എത്തിച്ചേരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. നിലവിൽ ഇവരുടെ ഈ 18 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചുള്ളത്. ഇവരെ മംഗലാപുരത്തേക്ക് ഹെലികോപ്റ്റർ മാർഗേന എത്തിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മറ്റു ആളുകൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നിലവിൽ ഇവർക്കുള്ള താൽക്കാലിക ഫസ്റ്റ് എയ്ഡുകളെല്ലാം നൽകിക്കൊണ്ടാണ് INS സൂറത്തിൽ നിന്നും മംഗലാപുരത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളതായിരുന്നു ലഭിച്ച വിവരം. ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് വിവിധതരം ആസിഡുകളും അതുപോലെ തന്നെ ലിഥിയം ബാറ്ററികൾ, ഗൺ പൗഡർ, ടർപ്പന്റൈൻ അടക്കം തീപിടുത്തത്തിന് സാധ്യതയുള്ള വസ്തുക്കളും ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു. അതാണ് ഇത്തരം സാധനങ്ങളാണ് ഇത്തരത്തിൽ വൻതോതിൽ ഈ തീ ആളിപ്പടരാനുണ്ടായ ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം. പക്ഷേ ആദ്യ ഘട്ടത്തിലെല്ലാം തന്നെ പറഞ്ഞിരുന്നത് കപ്പലിന്റെ ഡെക്കിൽ നിന്ന് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും പിന്നീട് അത് കണ്ടെയ്നറിലേക്ക് എത്തുകയും കണ്ടെയ്നറിൽ നിന്നും തീ പടർന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ കൃത്യമായി ഇതിലൊരു നിഗമനത്തിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതും വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിലവിൽ കണ്ടെയ്നറുകളിൽ എന്താണ് സൂക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളതിന് കമ്പനി ഇതുവരെയായിട്ടും ഔദ്യോഗികമായി വിവരങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ തീരപ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂരിലെ കടലിലെ വെള്ളം ഇപ്പോൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ഈ തീപിടുത്തം ഇതുവരെയായിട്ടും അണയ്ക്കാൻ സാധിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഇതുവഴി വരുന്ന കപ്പലുകളെല്ലാം വഴി മാറ്റി വിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിവേഗതയിൽ എത്തുന്ന കപ്പലുകൾക്കും വലിയ നിർദ്ദേശവും ഇതിനോടകം തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് കപ്പലുകളൊന്നും തന്നെ പ്രവേശിക്കാത്ത തരത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതിനോടകം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന ചൈന, മ്യാൻമാർ, ഇന്തോനേഷ്യ, തായ്ലൻഡ് പൗരന്മാർ ഇവരെയാണ് ഈ 4 പേരിൽ കാണാതായിട്ടുള്ളത്. ഇവർക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വൃന്ദ. ശരി അഭിന.